ജുഡീഷ്യറിയെ അപമാനിച്ചു എന്നാണ് ചോദ്യം. ഇത് ജുഡീഷ്യറിയെ മാത്രമല്ല, ഭരണഘടനയെ അവഹേളിക്കലാണ്. ഭരണഘടനയുടെ ശില്പികളിൽ ഒരാളായ ഡോക്ടർ BR അംബേദ്കറിനെ അപമാനിക്കലാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യ എന്ന ആശയത്തെയും അപമാനിക്കലാണ് എന്നതാണ് എൻ്റെ ടേക്ക്. എന്തുകൊണ്ടാണ് രാകേഷ് കിഷോർ ഇന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന BR ഗവായിക്കെതിരെ ചെരുപ്പെറിയാൻ തീരുമാനിച്ചത്? നമുക്കതിൽ നിന്ന് തുടങ്ങാം. 2025 സെപ്റ്റംബർ മാസം ആണ് സുപ്രീം കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വരുന്നു. എന്തായിരുന്നു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ? ഖജുരാഹോയിലെ യുനെസ്കോയുടെ പൈതൃക പദവിയുള്ള ആ ക്ഷേത്ര സമുച്ചയത്തിലെ ജാവേരി ക്ഷേത്രത്തിലുള്ള ഹിന്ദു പ്രതിഷ്ഠ പുനർനിർമ്മിച്ച് പുനഃപ്രതിഷ്ഠിക്കണം എന്നുള്ളതായിരുന്നു ആ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ ക്രക്സ്. എന്നാൽ അത്തരം ഒരാവശ്യം അവിടെ ഇല്ല എന്നത് ബോധ്യപ്പെട്ട കോടതി വളരെ രൂക്ഷമായ ഭാഷയിലാണ് ആ ഹർജിക്കാരനോട് പ്രതികരിച്ചത്. എന്താണ് കോടതി പറഞ്ഞതെന്നറിയാമോ? ദിസ് ഈസ് പ്യുവർലി എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റഡ് ലിറ്റിഗേഷൻ. Go and ask the deity himself to do something if you are saying that you are a strong devotee of Lord Vishnu. നിങ്ങൾ ലോർഡ് വിഷ്ണുവിൻ്റെ ഒരു ഭക്തനാണെങ്കിൽ നിങ്ങൾ പോയി ദൈവത്തോട് തന്നെ പറയൂ എന്നാണ് അന്ന് BR ഗവായും വിനോദ് ചന്ദ്രനും അധ്യക്ഷനായിരിക്കുന്ന ബെഞ്ച്, അവർ രണ്ടുപേരുമുള്ള ബെഞ്ച് പറഞ്ഞത്. ഇതിൽ പ്രകോപിതനായിട്ടാണ് ഈ രാകേഷ് കിഷോർ എന്ന് പറയുന്ന 71 വയസ്സുള്ള 2011 മുതൽ സുപ്രീം കോടതിയുടെ അഭിഭാഷക ബെഞ്ചിലുള്ള ഈ അഭിഭാഷകൻ ഇന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ ഷൂ എടുത്തെറിയാൻ ശ്രമിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ, ആർക്കെതിരെയാണ് അത്? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലെ ചീഫ് ജസ്റ്റിസിനെതിരെയാണ് ഷൂ എടുത്തെറിയാൻ ശ്രമിച്ചത്. നേരത്തെ പല ചെരുപ്പേറുകളുടെ ചരിത്രം നമ്മൾ കേട്ടു. ഓരോ ചെരുപ്പേറിന് പിന്നിലും ഓരോ രാഷ്ട്രീയമുണ്ടായിരുന്നു. എന്തായിരുന്നു ബുഷിനെതിരെ ചെരുപ്പെറിയുമ്പോൾ അൽസെയ്ദി പറഞ്ഞത്? അൽസെയ്ദി അന്ന് ബാഗ്ദാദിൽ 2008 ജോർജ് ബുഷിനെ ചെരുപ്പെറിഞ്ഞ് പറഞ്ഞത് ഇത് ബാഗ്ദാദിൽ കൊല്ലപ്പെട്ട അനാഥരുടെയും സ്ത്രീകളുടെയും പ്രതികരണമാണ് എന്നാണ്. ഇത് ഇറാഖി ജനത നിങ്ങൾക്ക് നൽകുന്ന വിടവാങ്ങൽ ചുംബനമാണ് എന്നാണ് അന്ന് അൽസെയ്ദി എന്ന ജേർണലിസ്റ്റ് 2008 ബുഷിനെ ചെരുപ്പെറിയുമ്പോൾ പറയുന്നത്. ചിദംബരത്തെ ചെരുപ്പെറിയുന്നത് ജർണയിൽ സിംഗ് ആണ്. അതൊരു പത്രപ്രവർത്തകനായിരുന്നു. അതന്ന് ജഗദീഷ് ടൈറ്റ്ലറുമായി ബന്ധപ്പെട്ട കേസിൽ, സിഖ് കലാപവുമായി ബന്ധപ്പെട്ട കേസിനെ തുടർന്നുള്ള പ്രതികരണമായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് മൻമോഹൻ സിംഗിനെ ചെരുപ്പെറിയുന്നതാണ്, LK അദ്വാനിയെ ചെരുപ്പെറിയുന്നതാണ്. അങ്ങനെ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും ചെരുപ്പേറികൾ രാഷ്ട്രീയമായ പ്രകോപനങ്ങൾ കൊണ്ടുണ്ട്. പാകിസ്ഥാനിൽ പർവേസ് മുഷറഫിനെതിരെ ചെരുപ്പെറിഞ്ഞിട്ടുണ്ട്, അങ്ങ് ലണ്ടനിൽ വെച്ച്. അതവിടെ തടവിലാക്കപ്പെട്ട പാകിസ്ഥാനികളെ കുറിച്ച് ഓർത്തായിരുന്നു അവിടുത്തെ ചെരുപ്പേറ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുന്നതിൻ്റെ കാരണം അയാൾ പറഞ്ഞ കാരണമാണ്. ഖജുരാഹോ ക്ഷേത്രത്തിലെ വിഷ്ണുവിൻ്റെ പ്രതിമ പുനർനിർമ്മിച്ച് പുനഃപ്രതിഷ്ഠിക്കണമെന്നുള്ള ഹർജി തള്ളി ആ കോടതിയുടെ നിരീക്ഷണം തന്നെ വേദനിപ്പിച്ചുവെന്നും ആ വേദനയിൽ അയാൾ പറയുന്ന വാചകം ഇതാണ്: സനാതന ധർമ്മത്തെ അവഹേളിച്ചാൽ, അപമാനിച്ചാൽ ഇന്ത്യ അത് സഹിക്കില്ല എന്നാണ് പറഞ്ഞത്. താനൊരു സനാതനിയാണ് എന്ന് അവകാശപ്പെടുന്ന രാകേഷ് കിഷോർ വിനോദ് ചന്ദ്രനെയും ഒപ്പം ജസ്റ്റിസ് BR ഗവായിയെയും ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ചെരുപ്പെറിയുന്നത്. പക്ഷേ വിനോദ് ചന്ദ്രനെ അല്ല എറിഞ്ഞത്, BR ഗവായി ആണെന്ന് പറയുന്നു. അന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഖജുരാഹോ കേസ് പരിഗണിക്കുന്ന സമയത്തും വിനോദ് ചന്ദ്രനും BR ഗവായിയും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും വിനോദ് ചന്ദ്രനെതിരെയല്ല, BR ഗവായിക്കെതിരെ ചെരുപ്പെറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ അതിന് മാനങ്ങൾ കൂടുകയാണ്. കാരണം BR ഗവായി ഒരു ബുദ്ധിസ്റ്റായ ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസാണ്. ദളിതനായ ഇന്ത്യയിലെ 2ാമത്തെ ചീഫ് ജസ്റ്റിസാണ് എന്നതിനും അപ്പുറം ബുദ്ധിസ്റ്റായ ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കൂടിയാണ്. നമ്മൾ സാധാരണ അധികാരത്തിലെത്തുന്നവരുടെ മതത്തെക്കുറിച്ച് സംസാരിക്കില്ല, ജാതിയെക്കുറിച്ച് സംസാരിക്കില്ല. പക്ഷേ പുരോഗമന ഇന്ത്യയിൽ, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹം അനുഭവിച്ച ജാതി വിവേചനത്തിൻ്റെ കഥകൾ കേട്ടാണ് നമ്മൾ വളർന്നത്. സാമൂഹിക നീതി എന്ന സങ്കല്പത്തെ ജസ്റ്റിസ് നമ്മളുടെ BR അംബേദ്കർ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നത് പ്രേക്ഷകർക്കറിയാം. ആ BR അംബേദ്കറിൻ്റെ പിൻതലമുറക്കാരനായി BR അംബേദ്കറിനെ ആരാധിക്കുന്ന, ബുദ്ധനെ ആരാധിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച ഒരച്ഛൻ്റെ മകനായി, പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് പോയ RS ഗവായിയുടെ മകനായി, രാഷ്ട്രീയത്തിനേക്കാളും അപ്പുറം BR അംബേദ്കറിൻ്റെ പാതയാണെന്ന് തിരിച്ചറിഞ്ഞു വന്ന BR ഗവായിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, BR ഗവായിക്ക് ഒരു ചരിത്രമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സാമൂഹിക ചരിത്രം മാത്രമല്ല, അദ്ദേഹം സുപ്രീം കോടതിയിൽ എത്തിയതിന് ശേഷം കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? സുപ്രീം കോടതിയിൽ ആദ്യമായി OBC SC ST വിഭാഗത്തിന് സുപ്രീം കോടതിയിലെ സ്റ്റാഫുകൾക്കിടയിൽ സംവരണം കൊണ്ടുവന്നത് ഈ ചീഫ് ജസ്റ്റിസാണ്, ജസ്റ്റിസ് BR ഗവായിയാണ്. സാമൂഹിക നീതി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നതിനെതിരെ നിരന്തരം സംസാരിക്കുന്നയാളാണ്. ഇലക്ടറൽ ബോണ്ട്, BJPയുടെ ഇലക്ടറൽ ബോണ്ട് റദ്ദാക്കിയ ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസാണ് ജസ്റ്റിസ് BR ഗവായി.
ബുദ്ധിസ്റ്റായ ദളിത് വിഭാഗത്തിൽപ്പെട്ട BR ഗവായിക്കെതിരെ ഞാൻ സനാതനിയാണ് എന്ന് അഭിമാനിച്ചുകൊണ്ട് ഒരു അഭിഭാഷകൻ, അതും 71 വയസ്സുള്ള ഒരു വന്ധ്യവയോധികനായ ഒരു അഭിഭാഷകൻ ചെരുപ്പെറിയുമ്പോൾ അത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്നാണ് എൻ്റെ പക്ഷം. അത് ഒരു സനാതന ബ്രാഹ്മൺ ഒരു ബുദ്ധിസ്റ്റിന് നേരെ എറിഞ്ഞു എന്നത് മാത്രമല്ല, അത് ഇന്ത്യൻ ഭരണഘടനയുടെ മതേതരത്വത്തിന് നേരെ, ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹിക നീതിക്കെതിരെയുള്ള ഒരു ചെറുപ്പേര് കൂടിയാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം പ്രേക്ഷകർക്കറിയാമല്ലോ, ഇന്ത്യയിൽ ആദ്യത്തെ തീവ്രവാദി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തീവ്രവാദി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് നാഥുറാം വിനായക് ഗോഡ്സെയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം ഒരു ചിറ്റ്പവൻ ബ്രാഹ്മണനായിരുന്നു. അന്ന് ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് കോടതിയിൽ തലകുനിച്ചിരുന്നയാളുടെ പേര് BR സവർക്കർ എന്നായിരുന്നു. ആ സവർക്കർ ഒരു ചിറ്റ്പവൻ ബ്രാഹ്മണനായിരുന്നു. കൊലപാതകിയായ നാഥുറാം വിനായക് ഗോഡ്സെ ഒരു ചിറ്റ്പവൻ ബ്രാഹ്മണനായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തീവ്രവാദ ആക്രമണമായിരുന്നു അത്. കൊന്നതാവട്ടെ, ആ പോയിന്റ് റേഞ്ചിൽ വെച്ച് വെടിവെച്ചതാവട്ടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെയുമായിരുന്നു. അന്ന് രാഷ്ട്രപിതാവിനെതിരെ വിരൽ ചലിപ്പിച്ച അതേ കൈകളാണ് ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസിനെതിരെ ചെരുപ്പെറിയാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെ എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. കാരണം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ, ശേഖർ കുമാർ യാദവിൻ്റെ കാര്യം നേരത്തെ PR സുനിൽ പറഞ്ഞു. ശേഖർ കുമാർ യാദവ് അലഹാബാദ് ഹൈക്കോടതിയുടെ ജഡ്ജിയായിരിക്കുമ്പോൾ ഒരുപാട് പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹമാര ഗീത ആപ്ക ഖുറാൻ എന്നാണ് അദ്ദേഹം പറയാറ് എപ്പോഴും. ഞങ്ങളുടെ ഗീതയും നിങ്ങളുടെ ഖുറാനും. എന്നിട്ട് എപ്പോഴും മുസ്ലിം ആചാരശീലങ്ങളെ കളിയാക്കി സംസാരിക്കുന്ന ഈ ശേഖർ കുമാർ യാദവ് യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ഹിന്ദുസ്ഥാനാണ് നമ്മുടെ രാജ്യമെന്നും ഭൂരിപക്ഷത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് ഈ രാജ്യത്തുണ്ടാവുകയെന്നും പറഞ്ഞ ശേഖർ കുമാർ യാദവ്, ആ ശേഖർ കുമാർ യാദവിനെതിരെ ഒരു വിരൽ പോലും PR സുനിൽ പറഞ്ഞതുപോലെ രാജ്യസഭയിൽ എടുത്തിട്ടില്ല. ഇംപീച്ച്മെൻറ്റിന് കൊടുത്ത നോട്ടീസിൽ 6 മാസമായി അടയിരുന്നു. അന്ന് ജഗദീപ് ധൻഖറായിരുന്നു രാജ്യസഭയുടെ ചെയർമാൻ. അവിടെയും ഈ ശേഖർ കുമാർ യാദവിന് അനുകൂലിച്ചു കൊണ്ടുള്ള നിലപാടാണ് ഭരണകൂടം സ്വീകരിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതുകൊണ്ടാണ് നമ്മളുടെ സിസ്റ്റത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു സവർണ ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യം ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്, അതൊരു പ്രിവിലേജായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നതൊരു വിഷയമായി മാറാത്തത്. ഇന്ന് ഈ 71 വയസ്സുള്ള ഈ കിഷോറിനെതിരെ, രാകേഷ് കിഷോറിനെതിരെ നിയമ നടപടി എടുക്കണ്ട എന്നാണ് BR ഗവായി പറഞ്ഞത്. അത് BR ഗവായിയുടെ ബോധ്യമാണ്. BR ഗവായി എന്ന ബുദ്ധിസ്റ്റിൻ്റെ, BR ഗവായി എന്ന ഒരു സാമൂഹിക നീതിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പരിണിതപ്രജ്ഞനായ നിയമജ്ഞൻ്റെ ഒരു ബോധ്യമായിരുന്നു, ഒരു സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു ബോധ്യമായിരുന്നു. പക്ഷേ അതിനെ അപലപിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി അപലപിച്ചു. അത് സ്വാഗതാർഹമായ കാര്യമാണ്. ഇത് തുടരുകയാണ്. ഷൂ ഇവർക്കൊരു ബലഹീനതയാണെന്നേ. എല്ലാ കാലത്തും ഷൂ ഇവർക്കൊരു ബലഹീനതയാണ്. ഒന്നുകിൽ ഷൂ പോളിഷ് ചെയ്യും നാവുകൊണ്ട്, അതല്ലെങ്കിൽ സനാതനിയാണെന്ന് അഭിമാനിച്ചുകൊണ്ട് ചെരുപ്പെറിയും. അതാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. നോക്കൂ, ഇതേ ബോധ്യമല്ലേ ഇന്നിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയും നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, ആ നാമധാരിക്ക് പകരം മറ്റൊരു നാമധാരിയായിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു എന്നത് നമ്മൾ ഭയപ്പെടുകയാണ്. കാരണം എന്താ? ടേക്കൺ ഫോർ ഗ്രൗണ്ടഡ് ആണ്. ഒരു സവർണൻ്റെ പേരും ഒരു സവർണൻ്റെ രീതിയും ഒരു സവർണൻ്റെ ശൈലിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയ ഒരു പ്രിവിലേജ്ഡ് പൊസിഷൻ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത് കേവലം ജുഡീഷ്യറിയെ മാത്രമുള്ള അപമാനിക്കലല്ല, ഇത് ഭരണഘടനയെ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളെ അപമാനിക്കൽ കൂടിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1949-50 കാലത്താണ് അന്ന് ഹിന്ദു കോഡ് ബില്ലുമായി വരുന്ന അംബേദ്കറിനെയും നെഹ്റുവിനെയും ഒരു വലിയ സമൂഹം അധിക്ഷേപിക്കുന്നത്. അന്ന് രാംലീല മൈതാനത്ത് തടിച്ചുകൂടിയ വലിയൊരാൾക്കൂട്ടമുണ്ട്. അവർ സനാതനികളെന്ന് സ്വയം അഭിമാനിച്ചിരുന്ന ആൾക്കൂട്ടമാണ്. സനാതനികളെന്ന് അഭിമാനിച്ചിരുന്ന ആൾക്കൂട്ടമായിരുന്നു ഒരു കാലത്ത് ചിതയൊരുക്കി ഭാര്യയെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടാൻ വേണ്ടി നിർബന്ധിച്ചിരുന്നത്. സനാതനികൾ എന്ന് അഭിമാനിച്ചിരുന്ന ഒരു കൂട്ടമായിരുന്നു ഇവിടെയുണ്ടായിരുന്ന കന്യാദാനത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. സനാതനികൾ എന്ന് പറഞ്ഞിരുന്നൊരു വിഭാഗമായിരുന്നു അയിത്തവും ഈ പറയുന്ന പുണ്യാഹവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്നും തുടരുന്നുണ്ട് സനാതനികളുടെ പുണ്യാഹങ്ങൾ. എങ്ങനെയാ? അയിത്തത്തിൻ്റെ പേരിൽ, തൊട്ടുകൂടായ്മയുടെ പേരിൽ. യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന് ഡീകോഡ് ചെയ്താൽ കാണാം നമ്മളുടെയൊക്കെ ദൈനംദിന ജീവിതത്തിലെ സനാതനികളുടെ ഓരോ സാമൂഹിക നീതി നിഷേധിക്കുന്ന ശീലികൾ നമ്മളുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ പോലും കാണാം. അവിടെയാണ് ഈ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അന്ന് 1949 രാംലീല മൈതാനത്ത് കൂടിയ ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കർപ്പാത്രി മഹാരാജ് എന്ന് പറയുന്ന മറ്റൊരു സനാതനി താൻ ഒരു ബ്രാഹ്മണനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പറഞ്ഞൊരു വാചകം, ദളിതനായ ഒരാൾക്ക് ബ്രാഹ്മണന്റെ നിയമസംഹിതയിൽ തൊടാൻ അവകാശമില്ല എന്നാണ്.
ദളിതനായ ഒരാൾക്ക് ബ്രാഹ്മണന്റെ നിയമസംഹിതയിൽ തൊടാൻ അവകാശമില്ല എന്നാണ് ഹിന്ദു കോഡ് ബില്ല് മാറ്റി എഴുതാൻ വന്ന BR അംബേദ്കറെ അപമാനിച്ചത്. അന്ന് അത് ഒരു സനാതനിയായിരുന്നുവെങ്കിൽ ഇപ്പോഴും അതേ സനാതനിയാണ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ചെരുപ്പെറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചരിത്രത്തിൽ നമ്മൾ അന്ന് മുതൽ ഇന്നുവരെ ഒരു നൂല് പിടിച്ച് നടന്നു വന്നാൽ ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ പേരിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെല്ലാം ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് സനാതനിയായ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ചു കൊന്നു. അതിന് കൂട്ടുനിന്നതിൻ്റെ പേരിൽ സവർക്കർ കോടതിയിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരു സനാതനിയായ ചിത്പവൻ ബ്രാഹ്മൺ, മറ്റൊരു സനാതനിയായ കർപ്പാത്രി മഹാരാജ് അംബേദ്കറിനെ അപമാനിച്ചു. ഒരുപാട് സനാതനികൾ ഒരുപാട് കാലങ്ങളിലൂടെ നമ്മൾ ദളിത് വിഭാഗത്തെ ബീഫ് കൈവശം വെച്ചതിന്, നോൺ വെജ് കഴിച്ചതിന്, ഇതര ജാതിയിൽ മതത്തിൽപ്പെട്ട ആളുകളുമായിട്ട് കൂട്ടുകൂടിയതിന് ഒക്കെ നമ്മുടെ നാട്ടിൽ നിരന്തരം കലാപങ്ങൾ ഉണ്ടാക്കി വരുന്നു. ആ സനാതനികളുടെ പട്ടികയിലേക്കാണ് ഈ രാകേഷ് കിഷോറും ചേരുന്നത് എന്നുള്ളതാണ്. ഇതല്ല സനാതനധർമ്മം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ധർമ്മം എന്നുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തെ, സാമൂഹിക നീതിയെ ഒക്കെയാണ് അപമാനിക്കാൻ രാകേഷ് കിഷോർ എന്ന 71 വയസ്സുള്ള അഭിഭാഷകൻ ശ്രമിച്ചത് എന്നതാണ് എൻ്റെ ടേക്ക്. അതിനെ ഈ രാജ്യം ഒന്നടങ്കം അപലപിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. Meet the editors.